സ്വന്തം മാതാവിനെ വെട്ടി നുറുക്കിയിട്ട് അത് കണ്ട് വിഷമിക്കുന്ന പിതാവിനോട് പറയാണ്, എന്തിനാ നിങ്ങൾ വിഷമിക്കുന്നത്, ഞാൻ ഇബ്ലീസിനാണ് കൊന്നിട്ടുള്ളത്. മലപ്പുറം പൊന്മുണ്ടം കാവപ്പുരയിൽ മാതാവിനെ മകൻ വെട്ടിക്കൊന്നു. മാനസിക വെല്ലുവിളി നേരിടുന്നയാളാണ് മുസമ്മൽ. ആമിനയെ കൊന്ന ശേഷം മുസമ്മൽ പിതാവിനോട് പറഞ്ഞത് ഉപ്പ വിഷമിക്കേണ്ടെന്നും താൻ ഇബ്ലീസിനെയാണ് കൊന്നതെന്നുമാണ്. ആദ്യം കൊടുവാൾ ഉപയോഗിച്ച് മുസമ്മൽ ആമിനയെ വെട്ടുകയായിരുന്നു. തുടർന്ന് നിലത്ത് വീണ ആമിനയുടെ തലയിൽ ഗ്യാസ് സിലിണ്ടർ ഉപയോഗിച്ച് മുസമ്മൽ അടിച്ചു. ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ വാഹനം എത്തിക്കാൻ ശ്രമിക്കുന്നതിനിടെ മുസമ്മൽ വീണ്ടും ആമിനയുടെ തലയിൽ ഗ്യാസ് സിലിണ്ടർ ഉപയോഗിച്ച് അടിച്ചു മരണം ഉറപ്പുവരുത്തുകയായിരുന്നു. സംഭവസ്ഥലത്ത് വെച്ച് തന്നെ ആമിന മരിച്ചു. നീയൊക്കെ എന്തടിച്ചിട്ടാടാ ഈ രീതിയിലൊക്കെ സംസാരിക്കുന്നത്? നിന്റെയൊക്കെ മനസ്സ് ഏതൊക്കെ രീതിയിലേക്കാടാ മാറിയിട്ടുള്ളത്? എന്താടാ നിന്നൊക്കെ ഇത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത്? അതും സ്വന്തം മാതാവിനെ ഇത്രയും ക്രൂരമായിട്ട് കൊന്നതിന് ശേഷം ഒരു വിഷമം പോലും ഇല്ലാതെ ബാക്കിയുള്ള ആളുകളോട് പറഞ്ഞു നടക്കുകയാണ് കൊന്നത് ഇബ്ലീസിനാണ് എന്നുള്ള രീതിയിൽ. അത്രത്തോളം നിന്റെ മനസ്സിനെ ഭ്രാന്തമാക്കി മാറ്റിയിട്ടുള്ളത് എന്താണ്? ഇവനൊക്കെ മാനസിക നില തെറ്റിയ ആളാന്ന് പറയുന്നുണ്ട്, അതേപോലെ മാനസിക രോഗമുള്ള ആളാന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇവർക്ക് വെട്ടിക്കൊല്ലാനും അതേപോലെ വേറെയുള്ള കാര്യങ്ങൾ പറയുന്നതിനും ഇബ്ലീസാന്ന് പറയുന്നതിനും ഇതിനൊന്നും മാനസികപരമായിട്ട് ഒരു പ്രശ്നവും ഇല്ലല്ലോ. ഈ രീതിയിൽ ചെയ്യുന്നതിനോ ആക്രമിക്കുന്നതിനോ ബാക്കിയുള്ള ആളുകളോട് സംസാരിക്കുന്നതിനോ ഈ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നതിനോ ഒന്നും ഒരു മാനസിക പ്രശ്നവും ഇല്ല. ശിക്ഷയിൽ മാത്രമാണ് ഈ മാനസിക പ്രശ്നം ഉള്ളത്. ശിക്ഷ കൊടുക്കുന്നതിൽ മാത്രം ഈ മാനസിക പ്രശ്നം പരിഗണിച്ചുകൊണ്ട് അവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നു, അവർക്ക് ശിക്ഷയിൽ ഇളവ് കൊടുക്കുന്നു, വളരെയധികം പരിഗണന കൊടുക്കുന്നു. എന്തിനാണ് ഇതിൻ്റെയൊക്കെ ആവശ്യം? ഇവരെ കൊന്നതിന് ഇതേപോലെ തന്നെ അവരെയും കൊല്ലുകയാണ് ഇതിന് ഏറ്റവും നല്ല ശിക്ഷ. അപ്പോൾ ഒരാൾക്കും മാനസിക രോഗം ഉണ്ടാവില്ല, ഇതേപോലെ ആരെയും കൊല്ലാനും നിൽക്കൂല.